ഓ, ഇതിന്റെ ചാർജും തീർന്നു. ഈ മുറിയാടയിൽ ഒരു ട്രാഷ് യാർഡ് പോലുണ്ട്. അമ്മ ഇന്ന് എന്നെ കൊല്ലും. എടാ റിലാക്സ്, ഒരു ബ്ലാക്ക് ഹോൾ സംഘടിപ്പിച്ചാൽ നിന്റെ റൂമും ക്ലീൻ ആവും, നിന്റെ മൊബൈൽ ടഭേന്ന് ചാർജും ചെയ്യാം. അതെങ്ങനെ? ഈ ബ്ലാക്ക് ഹോളിന്റെ എല്ലാ മാസം കൂടെ ഒരു കുഞ്ഞൻ സിംഗുലാരിറ്റിയിൽ ഇടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് നല്ല ഗ്രാവിറ്റി കാണും. സോ അത് ചുറ്റുമുള്ള സ്പേസ് ടൈമിനെ ഈ പോയിന്റിലേക്ക് നല്ല സ്പീഡിൽ ഫ്ലോ ചെയ്യിക്കും. ഈ പോയിന്റിലേക്ക് അടുക്കും തോറും സ്പേസ് ടൈമിന്റെ സ്പീഡ് കൂടി കൂടി ഇവന്റ് ഹൊറൈസൺ എന്ന ബൗണ്ടറി എത്തുമ്പോൾ അത് ലൈറ്റിന്റെ സ്പീഡ് എത്തും. പിന്നെയും അകത്തോട്ട് പോയാൽ സ്പേസ് ടൈം ലൈറ്റിന്റെ സ്പീഡിനേക്കാൾ വലിയ സ്പീഡിൽ പോകുന്നത് കാണാം. സോ ഇവന്റ് ഹൊറൈസണിനകത്ത് പോയാൽ നിന്റെ ട്രാഷ് പോയിട്ട് ലൈറ്റിന് വരെ എസ്കേപ്പ് ആവാൻ പറ്റില്ലെന്നർത്ഥം. ഓ, ആ ട്രാഷ് എനിക്കിനി വേണ്ടെന്നേ, അതെടുത്തോട്ടെ. ഈ മൊബൈൽ എങ്ങനെ ചാർജ് ചെയ്യാമെന്ന് നീ പറ. മോസ്റ്റ് ഓഫ് ദ ബ്ലാക്ക് ഹോൾസും സ്പിൻ ചെയ്യുന്നുണ്ട്. സോ അത് അതിന്റെ നിയർ ബൈ സ്പേസ് ടൈമിനെ കൂടെ കറക്കും. അപ്പോൾ നിന്റെ ട്രാഷ് ഇരിക്കുന്ന സ്പേസും കൂടെ കറങ്ങി ഒരു ഡിസ്ക് പോലാവും. ഇതാണ് അക്രീഷൻ ഡിസ്ക്. ഇത് നിയർ ലൈറ്റ് സ്പീഡിലാവും കറങ്ങുന്നുണ്ടാവുക. ഇങ്ങനെ കറങ്ങണ ട്രാഷ് തമ്മിൽ ഉരസി ഫ്രിക്ഷൻ കാരണം അതിന്റെ ഓൾമോസ്റ്റ് 40% മാസും റേഡിയേഷൻ എനർജിയായി മാറും. ഈ ഇത്തിരി പോകുന്ന ട്രാഷിന്റെ വെറും 40% ഒക്കെ വെച്ച് ഒരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ള എനർജിയൊക്കെ കിട്ടുന്നതാണോ നീ പറയുന്നത്? എടാ, നീ ഐൻസ്റ്റീൻസ് ഇക്വേഷൻ കേട്ടിട്ടില്ലേ? E=mc². ഇവിടെ മാസ് ചെറുതാണെങ്കിൽ എന്താ, നമ്മുടെ ട്രാഷ് സ്പിൻ ചെയ്യുന്നത് നിയർ ലൈറ്റിന്റെ വെലോസിറ്റിയിലാണ്. ഇവിടെ ഉണ്ടാവണ എനർജി വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പവർ പ്ലാന്റ് വരെ തുടങ്ങാം. എന്നോ പോവാം. എങ്ങോട്ട്? ടു ദ നിയറസ്റ്റ് ബ്ലാക്ക് ഹോൾ. ബെസ്റ്റ്. ഇതൊക്കെ തിയറി ആയിട്ട് പറയാമെന്നേ ഉള്ളൂ. നമ്മുടെ ടെക്നോളജി അത്രയൊന്നും വളർന്നിട്ടില്ല. മാത്രമല്ല നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബ്ലാക്ക് ഹോൾ അങ്ങ് 1500 ലൈറ്റ് ഇയേഴ്സ് അകലെയാ ഉള്ളത്. അതായത് നീ ഇപ്പൊ ലൈറ്റിന്റെ സ്പീഡിൽ പോയാൽ പോലും ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 1500 ഇയേഴ്സ് ടു റീച്ച് ദ. ഒരു ഉപകാരമില്ലാത്ത ഫിസിക്സ്. ഐ ഹേറ്റ് ഫിസിക്സ്. പോട്ടെ, സാരില്ലടാ, നമുക്ക് പോയി ചൂലെടുത്തിട്ട് വരാം.